സർക്കാരിൽ വിശ്വാസമില്ലേ എന്ന് വിമർശകർ. പോർക്ക് ചാലഞ്ച് മതനിന്ദ. ദുരന്തകാലത്ത് ചലഞ്ചുകൾ സൃഷ്ടിക്കുന്ന ഡിവൈഎഫ്ഐ നേരിടുന്നുണ്ട് ചില രാഷ്ട്രീയ ചലഞ്ചുകൾ. വയനാട് ദുരന്തഭൂമിയിൽ സഹായഹസ്തവുമായി എത്തിയത് നിരവധി യുവജന സംഘടനകളാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ തുടക്കത്തിൽ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് അതിനൊരു മത്സരബുദ്ധി കൈവന്നു എന്ന് തോന്നിപ്പിക്കും വിധം ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ചില യുവജന സംഘടനകൾ നൽകിക്കൊണ്ടിരുന്ന സേവനങ്ങളെ പോലീസ് മുൻകൈയെടുത്ത് തടഞ്ഞതും അതിനെതിരെ പ്രതിഷേധമുയർന്നതും സർക്കാരിന് തലവേദനയായി. ഡിവൈഎഫ്ഐ മാത്രം മതി എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രിയും സംഘവും പെരുമാറുന്നതെന്ന ആക്ഷേപം പ്രതിപക്ഷമുയർത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഡിവൈഎഫ്ഐ പണം കണ്ടെത്താൻ വിവിധ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. അതിലൊന്നായിരുന്നു തട്ടുകട ചലഞ്ച്. പൊതുയിടങ്ങളിൽ ജനകീയ തട്ടുകടകളിട്ട് അതിലൂടെ ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതാണ് പദ്ധതി. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നടന്മാരായ പി കുഞ്ഞികൃഷ്ണനും ഉണ്ണിരാജ് ചെറുവത്തൂരും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ തട്ടുകട സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചതും വിവാദമായിരുന്നു. സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ മറ്റുള്ള സംഘടനകളെല്ലാം അതിലേക്ക് ധനസഹായം നൽകി മാതൃക കാണിക്കുന്നു. ഡിവൈഎഫ്ഐ മാത്രം സ്വന്തം നിലയ്ക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ എന്ന ചോദ്യം പ്രതിപക്ഷവും ഇതര സംഘടനകളും ഉയർത്തി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച പോർക്ക് ചാലഞ്ചും വിവാദമായിരിക്കുകയാണ്. പന്നിമാംസം നിഷിദ്ധമായവരാണ് വയനാട്ടിലെ ദുരിതബാധിതരിൽ വലിയ വിഭാഗമെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നു. ഡിവൈഎഫ്ഐ പോർക്ക് ചലഞ്ചിലൂടെ ഒളിച്ചുകടത്തുന്ന മതനിന്ദ തിരിച്ചറിയണമെന്നാണ് സമസ്ത നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. മതനിരപേക്ഷയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസമാണ് ഡിവൈഎഫ്ഐയുടേത്. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷണം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതബാധിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധമായ ഭക്ഷണത്തിലൂടെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് അവഹേളിക്കലും മതനിന്ദയുമാണെന്ന് നാസർ ഫൈസി കൂടത്തായി ആരോപിക്കുന്നു. സമസ്ത നേതാവിന്റെ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ നിറയുകയാണ്. വയനാട് ദുരന്തത്തിൽ മറ്റേതൊരു യുവജന സംഘടനയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ധനസമാഹരണ പദ്ധതികളുമായി രംഗത്ത് വരുന്ന ഡിവൈഎഫ്ഐയെ അതെല്ലാം തിരിഞ്ഞു കൊത്തുന്നുവെന്നാണ് പോർക്ക് ചാലഞ്ചിലുണ്ടായ വിവാദവും അടിവരയിടുന്നത്.